എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം നവ്യ പറയുന്നുണ്ട്, ഈ നിൽക്കുന്ന ആദർശം എൻ്റെ അനിയത്തിയും കൂടി ഇവനെ വിളിച്ച് പേടിപ്പിച്ചിട്ട് വിട്ടു. എന്നെ ഇനി പരസ്യത്തിൽ വിടരുത് എന്ന് പറഞ്ഞ് ഇനിയിപ്പം ആര് പറഞ്ഞാലും അത് കേൾക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ഇനിയും പരസ്യത്തിന് പോകുമെന്ന് തന്നെ പറയുവാണ്. ഞാൻ അനുസരിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുമ്പം നയന പറയുന്നുണ്ട്, ചേച്ചി അങ്ങനെ ഉറപ്പിച്ച് പറയുമൊന്നും വേണ്ട, ചേച്ചിയെ കൊണ്ട് അനുസരിപ്പിക്കാൻ അറിയാം എന്ന് പറയുമ്പം എല്ലാവരും അയ്യോ നയനമോളെ എന്ന് വിളിക്കുക. അന്നേരം നവ്യ പറയുന്നുണ്ട്, എന്തിനാ തടയുന്നത്? അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് തുറന്ന് പറയട്ടെ. ഇവനെ ശിക്ഷിക്കാൻ പാകത്തിന് എന്തെങ്കിലും തെളിവുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾ കാണിക്കണം. അത് കാണിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല എങ്കിൽ ഞാൻ ഇനി എനിക്ക് തോന്നിയതുപോലെ ജീവിക്കും. എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട എന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങ് പോകുന്നുണ്ട്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഏതായാലും നവ്യ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും മുത്തച്ഛൻ്റെ നല്ല ദേഷ്യം വരുന്നുണ്ട്. മുത്തച്ഛൻ അഭിയുടെ കാരണം തീർത്തൊരെണ്ണം കൊടുക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു കുടുംബം മുടിക്കാൻ നിന്നെ പോലത്തെ ഒരെണ്ണം മതി. നീ ജനിച്ചപ്പോൾ തൊട്ട് ഇതാണ് അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് കൊളറിനെ പിടിച്ച് ഒരു തള്ളും കൊടുത്തിട്ട് ദേഷ്യപ്പെട്ട് സങ്കടപ്പെട്ട് മുത്തച്ഛൻ അങ്ങോട്ട് പോവാണ്. മുത്തച്ഛൻ അങ്ങനെ ഒരു തല്ല് കൊടുക്കുമെന്ന് ജലജ ഓർത്തില്ലായിരുന്നു. അതുകൊണ്ട് ജലജയുടെ മുഖത്ത് നല്ല വിഷമമുണ്ട് കേട്ടോ. പിന്നീട് മുത്തച്ഛൻ അകത്തോട്ട് ചെന്നിട്ടും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അന്നേരം മുത്തശ്ശി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഭയങ്കര വിഷമമായോ എന്ന്. അന്നേരം മുത്തച്ഛൻ പറയുന്നുണ്ട്, എൻ്റെ വാർദ്ധക്യകാലത്ത് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരും എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഞാൻ എൻ്റെ കാരണവന്മാരെ നന്നായിട്ട് നോക്കി. അതുതന്നെയായിരിക്കും എൻ്റെയും ജീവിതം എന്ന് ഞാൻ കരുതി. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഓരോ അവസ്ഥ ഓർക്കുമ്പോൾ അന്ന് എനിക്ക് അസുഖം വന്നിട്ട് മാറുണ്ടായിരുന്നു എന്ന് ഞാൻ ഓർക്കുവാണ് എന്ന് പറയും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കരുത് എന്ന്. അന്നേരം മുത്തശ്ശൻ പറയുവാണ്, ഓരോ മനുഷ്യനും മരിക്കേണ്ട സമയത്ത് മരിക്കണം. അങ്ങനെ മരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പലതും അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ സങ്കടപ്പെട്ട് അങ്ങ് പോവാണ്. മുത്തശ്ശിക്കും വിഷമാവുന്നുണ്ട് കേട്ടോ. പിന്നെയാണ് നവീനെ കാണിക്കുന്നത്. നവീൻ അനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അനി വന്നു കഴിയുമ്പം കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങുന്നു. അങ്ങനെ അവിടെ ഇവിടെയും തൊടാതെ കുറേ സംസാരിക്കുമല്ലോ, അത് ഇവരുടെ ഒരു രീതിയാണല്ലോ. അങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുകയില്ലാത്തതാണ്, അതുകൊണ്ട് നീ പറഞ്ഞ് സോൾവ് ആക്കി തന്നെ കേസൊക്കെ എന്നൊക്കെ പറയുമ്പം അതൊക്കെ ഞാൻ റെഡിയാക്കി തരാം, നീ കാര്യം പറ, പെണ്ണെ ഏതാന്ന് പറ എന്നൊക്കെ പറയുന്നു. അന്നേരം പറയുന്നുണ്ട്, എടാ ഇതിപ്പം നമുക്ക് ഇഷ്ടമുള്ളൊരു പെൺകുട്ടി, അത് നമ്മുടെ എത്ര നല്ല കൂട്ടുകാരൻ്റെ കൂടെയാണെങ്കിലും ബൈക്കിൽ കയറി പോകുന്നത് നമുക്ക് ഇഷ്ടപ്പെടുകയല്ലോ. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് കഴിഞ്ഞ ദിവസം നന്ദു നിൻ്റെ കൂടെ വന്നപ്പം എന്ന് പറയും. അന്നേരം അനി എനിക്ക് മനസ്സിലായില്ല, നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പം പറയുവാണ്, എൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി നന്ദു ആണ് എന്ന്. അത് കേൾക്കുന്നത് എനിക്ക് ആകെ വിഷമാവും. അനി ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുവാണേ. അന്നേരം നെവിൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ പേടിച്ചു പോയോ? നീ അങ്ങനെ ആകെ ടെൻഷനായല്ലോ. ഇങ്ങനെ ഒരു പേര് ഞാൻ പറയുമെന്ന് നീ കരുതിയില്ല അല്ലേ? ഏതായാലും നന്ദുവിനെ എൻ്റെ അമ്മയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അതുപോലെ നന്ദുവിൻ്റെ അമ്മയോ ഒന്നും അത്ര താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ വിവാഹം എങ്ങനെയെങ്കിലും നടത്തി തരേണ്ട ഉത്തരവാദിത്തം നിനക്കാണ്. നിങ്ങൾ എന്നോട് പറഞ്ഞായിരുന്നല്ലോ നിന്നെ കേസിൽ നിന്ന് ഊരിയെടുത്തപ്പം എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞാൽ മതി, അത് നിങ്ങൾ സാധിച്ചു തരാമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞേക്കുവാണ്. ഇനി നന്ദുവിനെ എനിക്ക് നേടിത്തരേണ്ടത് നിങ്ങളാണ്. നീ എങ്ങനെയെങ്കിലും അതൊന്ന് സെറ്റാക്കി തരണം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അനി ഇങ്ങനെ വിഷമത്തോടെ പറയുന്നുണ്ട്, എടാ നന്ദു വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു പെൺകുട്ടിയാണ്, അതുകൊണ്ട് ഒറ്റയടിക്ക് അവളോട് ഈ കാര്യം പറയാൻ പറ്റില്ല എന്ന് പറയുമ്പം പെട്ടെന്ന് വേണ്ടെന്ന് പയ്യെ മതി. ഏതായാലും എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണം, അതിൻ്റെ ഉത്തരവാദിത്വം നിനക്കുണ്ട്, കാരണം നിന്നെ കേസിൽ നിന്ന് ഞാനാണ് ഊരിയെടുത്തത് എന്നൊക്കെ നവ്യം പറയുന്നുണ്ട്. ഏതായാലും അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് അനി ഇങ്ങ് പോരുവാണ്. ഈ സമയം ചെക്കിങ്ങിന് നന്ദു റോഡിലുണ്ടായിരുന്നു കേട്ടോ. അനിയുടെ വണ്ടി കാണുന്നു, കൈ നീട്ടി നിർത്തുന്നു. അന്നേരം നന്ദു ഭയങ്കര സന്തോഷത്തോടെ മിണ്ടാൻ ചെല്ലുവാണേ. അന്നേരം ഹെൽമെറ്റൊക്കെ ഉണ്ടല്ലോ, ഇനി വെള്ളം അടിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ തമാശയ്ക്ക് വയ്ക്കുമ്പം വെള്ളം അടിച്ചിട്ടൊന്നുമില്ല, വെള്ളം അടിക്കാനുള്ള മൂടുണ്ട്, കഴിക്കണമെന്നും തോന്നുന്നുണ്ട്, വണ്ടിയിൽ അതിനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്, ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ഭയങ്കര സീരിയസ് ആയിട്ട്. പൊയ്ക്കോ എന്ന് നന്ദു പറയുന്നുണ്ട്. പക്ഷേ അതിന് പോയി കഴിഞ്ഞ് നന്ദു ഓർക്കും, ഇവൻ എന്താ ഇത്ര സീരിയസ് ആയിട്ട് പെരുമാറുന്നത്, ഒന്ന് ചിരിച്ചു പോലും ഇല്ലല്ലോ എന്നൊക്കെ ഓർക്കുന്നുണ്ട്. പിന്നീട് നയനെ കാണിക്കുന്നു. നയന ആദർശ് പോകുന്നതുകൊണ്ട് എന്തൊക്കെയോ അടുക്കള കയറി ഉണ്ടാക്കുവാണ്. അന്തേക്കും അങ്ങോട്ടേക്ക് ദേവയാനിയും മുത്തശ്ശിയും വരും. എന്നിട്ട് അയ്യോ മോൾ ഇതൊന്നും ഉണ്ടാക്കണ്ടായിരുന്നു, മോൾക്ക് കുറച്ച് നേരോടെ ആദർശിൻ്റെ അടുത്തിരിക്കാൻ കിട്ടുന്ന സമയമല്ലായിരുന്നോ, അവൻ പോയി കഴിഞ്ഞാൽ ഇനി 2 ആഴ്ച കഴിഞ്ഞല്ലേ വരുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം നയന പറയുന്നുണ്ട്, അത് സാരമില്ല, എൻ്റെ കൈ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തു വിടാം എന്ന് കരുതി അതുകൊണ്ട് ഉണ്ടാക്കുമായിരുന്നു എന്നൊക്കെ പറയും. അന്നേരം അതൊക്കെ ഒന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ ദേവയാനി. നല്ല സൂപ്പറാന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇനി നോക്കിക്കോളാം, നീ പോയി ആദർശിനെ വിളിച്ചുകൊണ്ട് വാ എന്ന് പറയും. അങ്ങനെ നയന ആദർശിനെ വിളിക്കാൻ പോകുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നല്ല വിഷമമുണ്ട് കേട്ടോ മോൾക്ക്, എന്താ ചെയ്യുന്നത്, ഇനിയിപ്പം സഹിക്കാതെ നിവൃത്തിയില്ലല്ലോ, അവൻ പോയല്ലേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ വിഷമം പറയുന്നുണ്ട്.
പിന്നീട് അനിയെ കാണിക്കുന്നു. അനി ഭയങ്കര സങ്കടത്തിലാണ്. മൂഡ് ഓഫ് ആയിട്ട് റൂമിലിരിക്കുമ്പോഴാണ് നന്ദു വിളിക്കുന്നത്. എന്നിട്ട് ചോദിക്കും, ഇന്ന് വൈകിട്ട് കണ്ടപ്പോൾ നിൻ്റെ മുഖത്ത് എന്താണ് ഒരു സന്തോഷമില്ലായിരുന്നേ, നീ എന്നെ കണ്ടിട്ട് നേരാവണ്ണം മൈൻഡ് ചെയ്തു പോലും ഇല്ലല്ലോ എന്ന് പറയുവാണ്. അന്നേരം അനി പറയുന്നുണ്ട് ബിസിനസ്സിൻ്റെ എന്തോ ഒരു ടെൻഷൻ ഉള്ളത് കൊണ്ടായിരുന്നു എന്ന്. അന്നേരം നന്ദു പറയും, അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും നീ എന്നെ കാണുമ്പോൾ അതൊക്കെ മറക്കുന്നതായിരുന്നു, എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, എന്നെ ഇന്ന് നവീൻ ചേട്ടൻ വിളിച്ചായിരുന്നു എന്ന്. അന്നേരം ഒരു ഞെട്ടലോടെയാണ് കേൾക്കുന്നത് അനി. എന്നിട്ട് ചോദിക്കും, എന്നിട്ട് എന്താ പറഞ്ഞത് എന്ന്. അന്നേരം ഒന്നും പറഞ്ഞൊന്നുമില്ല, ഇനിയിപ്പം മനസ്സിലുള്ള പെൺകുട്ടിയെ കുറിച്ച് എന്നോട് പറയാൻ വേണ്ടിയാണോ വിളിച്ചതെന്ന് അറിയത്തില്ല, കുറച്ച് നേരം സംസാരിച്ചിട്ട് വെച്ചു എന്ന് പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ നിന്നോട് നവീനേട്ടൻ ആ പെൺകുട്ടി ആരാണെന്ന് പറഞ്ഞോ, പറയുമായിരുന്നെങ്കിൽ നമുക്കതങ്ങ് നടത്തി കൊടുക്കാമായിരുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം അനി തിരിച്ചു ചോദിക്കും, അവൻ പറയുന്ന പെൺകുട്ടിയെ നമുക്ക് അവനെ നേടിക്കൊടുക്കാൻ സാധിക്കില്ല എങ്കിൽ എന്ത് ചെയ്യുമെന്ന്. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഇത്തിരി ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും നമ്മൾ ആ ബന്ധം നടത്തി കൊടുക്കണം. കാരണം നിനക്കറിയാലോ, നിന്നെ കേസിൽ നിന്നും രക്ഷിച്ചത് നവീനേട്ടനാണ്. നവീനേട്ടൻ അങ്ങനെ ഒരു കാര്യം ചെയ്തതുകൊണ്ടല്ലേ അനാമിക എന്ന് പറയുന്ന രാക്ഷസി നിൻ്റെ ജീവിതത്തിൽ നിന്ന് പോയത്. അല്ലെങ്കിലത്തെ അവസ്ഥ നീ ഒന്ന് ഓർത്ത് നോക്കി. അതുകൊണ്ട് നമ്മൾ എന്ത് ത്യാഗം സഹിച്ചും അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണം എന്നാണ് നന്ദു പറയുന്നത്. അന്നേരം അനിക്ക് ആകെ വിഷമമാവുന്നുണ്ട്. അനി ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടാണ് സംസാരിക്കുന്നത്. ഏതായാലും അത്രയൊക്കെ പറഞ്ഞിട്ട് ഒരു ഫോം വയ്ക്കുന്നു. ഫോം വെച്ച് കഴിഞ്ഞ് അനി മനസ്സിലോർക്കുവാണ്, ഇനിയിപ്പം നവീനേട്ടൻ അങ്ങനെ ഒരു ഇഷ്ടം നന്ദുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദുവിനും അത് ചിലപ്പോൾ നിരസിക്കാൻ സാധിക്കില്ല. കാരണം അവൻ അത്രയും നല്ല ഒരുത്തനാണ്. ഇനിയിപ്പം അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാവുമോ, ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ ഞാൻ എങ്ങനെ ഇനി അവളോട് തുറന്നു പറയുന്നത്, എനിക്ക് ആകെ വിഷമാവുമോ, ഇനിയിപ്പോൾ എല്ലാം എൻ്റെ കൈവിട്ടു പോവുമോ എന്നൊക്കെ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുന്ന അനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.